ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനി മോട്ടീവ്. ഇന്ന് നമ്മൾ മിനി മോട്ടീവിൽ ഗൈനക്കിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, അനീമിയ ഇൻ പ്രഗ്നൻസി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രഗ്നൻറ്റ് വുമൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു ഡിസോർഡറാണ് അനീമിയ എന്ന് പറയുന്നത്. അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ളൊരു ഡിസോർഡർ കൂടിയാണിത്. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു 11.5 താഴുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പോൾ ഈ പ്രഗ്നൻറ്റ് വുമൻസിന് അനീമിയ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് മാൽന്യൂട്രീഷൻ, അതായത് അവർക്ക് വേണ്ടത്ര അയൺസ്, ഫോളിക് ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, സിങ്ക്, പ്രോട്ടീൻസ് ഇതൊന്നും പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതും അനീമിയയ്ക്ക് കാരണമാകും. രണ്ടാമത്തേതാണ് ക്രോണിക് ബ്ലഡ് ലോസ്, അതായത് അവർക്ക് ബ്ലീഡിങ് വഴിയായിട്ട് കൂടുതലായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അയൺ ഡിമാൻഡ് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ കൂടുന്നത്. അതായത് കുട്ടിയുടെയും പ്ലാസൻ്റയുടെയും ഒക്കെ വേണ്ടത്ര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അയണിൻ്റെ ഡിമാൻഡ് കൂടും. അതുപോലെ തന്നെ മറ്റേണൽ ബ്ലഡ് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടും അയണിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അയണിൻ്റെ ഡിമാൻഡ് കൂടിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡെഫിഷ്യൻസി മറ്റേണൽ ബോഡിയിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയും അനീമിയ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഈറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതിൻ്റെ അടുത്തത് വരുന്നത് എഫക്റ്റ് ഓഫ് അനീമിയ ഓൺ ദ പ്രഗ്നൻസി, അതായത് ഈ അനീമിയ പ്രഗ്നൻസിയെ എങ്ങനെ ബാധിക്കും. ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനീമിയ വന്ന പ്രഗ്നൻറ്റ് വുമൻസിന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രീ ടൈം ലേബർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മദറിന്, അതായത് മറ്റേണലിന് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒബ്സ്റ്റട്രിക് ഷോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. സെപ്സിസ്, അണുബാധ എന്തെങ്കിലും, പ്യുപ്പേരിയൽ അണുബാധ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പ്ലാസൻ്റൽ അബ്രക്ഷൻ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ മദറിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഫീറ്റസിൻ്റെ കാര്യത്തിലേക്ക്, കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുട്ടി പ്രീ ടൈം ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ സ്റ്റിൽ ബർത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ നിയോനേറ്റൽ അനീമിയ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇതിൻ്റെ സിംറ്റംസിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ പ്രധാനമായിട്ടും ക്ഷീണമായിരിക്കും, ഫറ്റീഗ്, പിന്നെ അനോറക്സിയ, വിശപ്പില്ലായ്മ, ബ്രീത്ത്ലെസ്നെസ്, അതായത് ശ്വാസം മുട്ടൽ പോലെ, നോസിയ, വോമിറ്റിങ്, അതുപോലെ തന്നെ വയറിനുള്ള ചെറിയ അപ്സെറ്റ്സ്, പാൽപിറ്റേഷൻസ്, ചെസ്റ്റ് ഡിസ്കംഫേർട്ട്, നെഞ്ചുവേദന പോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ, പിന്നെ സ്കിന്നിനുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ്, അതുപോലെ ചെറിയ ടക്കിക്കാർഡിയ പോലെ വരുന്നത്, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, ഹൈ പൾസ് പ്രഷർ, ഇങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ടും ഇതിന് സിംറ്റംസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കംപ്ലീറ്റ് ഹീമോഗ്രാം ചെയ്യാം, സെക്കൻഡ് യൂറിൻ എക്സാമിനേഷൻ ചെയ്യാം, എന്തെങ്കിലും ബാക്ടീരിയ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സെപ്സിസ് ഉണ്ടോ, ക്രോണിക്കായിട്ട് എന്തെങ്കിലും റിനൽ ഡിസീസസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ യൂറിൻ കൾച്ചർ വിടാം. സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പാരസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം, റിനൽ ഫങ്ഷൻ ടെസ്റ്റസ് ചെയ്യാം, ഇലക്ട്രോഫോറസിസ് ടെസ്റ്റസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ടെസ്റ്റസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും പ്രധാനമായിട്ടും 3 മാനേജ്മെൻറ്റാണുള്ളത്. ആൻറ്റിനേറ്റൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഇൻട്രാനേറ്റൽ മാനേജ്മെൻ്റ് ഉണ്ട്, പിന്നെ പ്യുപ്പേരിയൽ മാനേജ്മെൻ്റ് ഉണ്ട്. ആൻറ്റിനേറ്റൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഡയറ്റിൻ്റെ കാര്യമാണ്. പ്രോപ്പർ ഡയറ്റ് എടുക്കുക, അതും അയൺ റിച്ച് ഡയറ്റ് തന്നെ എടുക്കുക. പിന്നെ ആൻറ്റിനേറ്റൽ ചെക്കപ്സ്, പ്രോപ്പറായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്സ് അതാത് ടൈമിൽ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മെഡിക്കേഷൻസ്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഡയറ്റ് മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ് ആൻറ്റിനേറ്റലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനേറ്റൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻ്റ് ലേബർ പ്രോസസ്സിലാണ്. അപ്പോൾ പാർട്ടോഗ്രാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ബ്ലഡ് വേഗം ക്രോസ് മാച്ച് ചെയ്യുക, 3 യൂണിറ്റ് എങ്കിലും എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർ പൊസിഷനിലാക്കുക, ഓക്സിജൻ കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. അഡിക്വേറ്റ് സ്വഡേഷൻ പ്രൊവൈഡ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക, ഓറൽ ടാബ്ലറ്റ്സ്, ഫീനോബാർബിറ്റോൺ 60 mg, ഡയാസെഫം 5 mg പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഫോളോ അപ്പ് ചെയ്യുക. വജൈനൽ എക്സാമിനേഷൻസ് കൂടുതലും ലിമിറ്റഡ് ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നത്.